നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP സീറ്റ് നിഷേധിച്ച മനോവിഷമത്തിൽ RSS പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തൃക്കണ്ണാപുരത്ത് വിമത സ്ഥാനാർത്ഥിയാകാനിരുന്ന ആനന്ദ് കെ തമ്പിയാണ് ജീവനൊടുക്കിയത്. ആത്മഹത്യാക്കുറിപ്പിൽ RSS BJP നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുണ്ട്. അതേസമയം ആനന്ദ് ഇന്നലെ ശിവസേനയിൽ അംഗത്വമെടുത്തതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്ന് വൈകുന്നേരമാണ് ആനന്ദ് കെ തമ്പിയെ വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഉടൻ തന്നെ സുഹൃത്തുക്കൾ ചേർന്ന സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. BJPയിൽ നിന്നും RSSൽ നിന്നും കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടായതാണ് ജീവനൊടുക്കാൻ കാരണമെന്ന് ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. മണ്ണുമാഫിയ സംഘം RSSന്റെയും BJPയുടെയും തലപ്പത്ത് പിടിമുറുക്കിയതാണ് തനിക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടാൻ കാരണമെന്നും പ്രദേശത്തെ മണ്ണുമാഫിയ സംഘവുമായി നേതാക്കളിൽ ചിലർക്ക് ബന്ധമുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. ഇവർ ആനന്ദിന് പണം നൽകാനുണ്ടെന്നും കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥിയാവാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോഴുള്ള ഭാര്യയുടെ ദേഷ്യവും വിഷമിപ്പിച്ചുവെന്നും കുറിപ്പിലുണ്ട്. തന്റെ ഭൗതിക ശരീരം BJP പ്രവർത്തകരും RSS പ്രവർത്തകരും കാണാൻ പോലും അനുവദിക്കരുതെന്നും കത്തിലുണ്ട്. ഇതിനിടെ ആനന്ദ് ഇന്നലെ ശിവസേനയിൽ ചേർന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇടപ്പഴഞ്ഞിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുള്ള മൃതദേഹം നാളെ രാവിലെ 9 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ BJP RSS പ്രവർത്തകൻ ആനന്ദ് കെ തമ്പിയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിശോധിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വളരെ വിഷമമുണ്ട്. പക്ഷേ ജില്ലാ പ്രസിഡന്റ് ഞാൻ സംസാരിച്ചു, കരമന ജയന്തിയോട് സംസാരിച്ചിട്ടുണ്ട്. ഇത് നോക്കട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം. വീഴ്ചയല്ല, ഇത് എന്താണ് കാരണം നമുക്ക് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കണം, അത് ഞങ്ങളുടെ കടമയാണ്. അത് കണ്ടുപിടിക്കും, അതിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്, സങ്കടമുണ്ട്. RSS BJP നേതൃത്വത്തിന് മണ്ണ് മാഫിയയുമായി ബന്ധമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ എന്നായിരുന്നു BJP നേതാവ് V മുരളീധരന്റെ പ്രതികരണം. അങ്ങനെ ഒന്നാമത്തെ കാര്യം, RSS BJP നേതൃത്വ മണൽ മാഫിയക്ക് സംരക്ഷണം കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു? അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത്, അതെന്താണെന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഈ വിഷയം എന്താണെന്നുള്ളത് എനിക്ക് വിശദാംശങ്ങൾ അറിയില്ല, അന്വേഷിക്കണം. ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് 24നോട് പറഞ്ഞു. കടുത്ത മാനസിക പ്രയാസം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന നിലയിലാണ് അദ്ദേഹം ഈ കത്തെഴുതിയിരിക്കുന്നത്. ശക്തമായിട്ടുള്ള അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തേണ്ടതാണ്. ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, ആ ഭീഷണിയുടെ അടിസ്ഥാനത്തിലാണോ മരണം സംഭവിച്ചിട്ടുള്ളത്, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ സീരിയസ് ആയിട്ട് പരിശോധിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. കണ്ണൂർ പാലത്തായി പോക്സോ കേസിൽ BJP നേതാവും അധ്യാപകനുമായ K പത്മരാജന് മരണം വരെ തടവ് ശിക്ഷ. 2 പോക്സോ വകുപ്പുകളിലായി 40 വർഷം തടവ് ശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ് തലശ്ശേരി അതിവേഗ പോക്സോ കോടതി വിധിച്ചത്. അധ്യാപകനായിരിക്കെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചെന്ന കേസിലാണ് വിധി. കോടതി ശിക്ഷ വിധിച്ച അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സർവീസിൽ നിന്ന് നീക്കും. ബലാത്സംഗ വകുപ്പും പോക്സോ നിയമപ്രകാരമുള്ള 2 വകുപ്പുകളും പ്രകാരമാണ് പത്മരാജിനെ തലശ്ശേരി അതിവേഗ പോക്സോ കോടതി ശിക്ഷിച്ചത്. ബലാത്സംഗത്തിന് മരണം വരെ തടവ് ശിക്ഷ, 2 പോക്സോ കേസുകളിലായി 40 വർഷം തടവും ഒപ്പം 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പ്രതി അധ്യാപകനാണെന്നും സംരക്ഷണം നൽകേണ്ടയാൾ ക്രൂരകൃത്യം നടത്തിയതായും കോടതി നിരീക്ഷിച്ചു. പെൺകുട്ടിക്ക് മതിയായ നഷ്ടപരിഹാര തുക നൽകണമെന്നും ഉത്തരവിലുണ്ട്. വിധിയിൽ സന്തോഷമുണ്ടെന്നും ശാസ്ത്രീയ തെളിവുകൾ കൃത്യമായി സമർപ്പിക്കാനായത് കേസിൽ നിർണായകമായെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PM ഭാസുരി പറഞ്ഞു. വളരെ സന്തോഷകരമായ രീതിയിലുള്ള നല്ലൊരു ജഡ്ജ്മെന്റ് ആണ് ഇന്ന് നമ്മൾ കോടതിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ നല്ല ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. തീവ്ര മതസംഘടനകളാണ് കേസിന് പിന്നിലെന്നും വിധിപ്പകർപ്പ് വന്നാൽ മേൽക്കോടതിയെ സമീപിക്കുമെന്നും പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. 24 കണ്ണൂർ. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തിൽ ഗവർണർക്ക് തിരിച്ചടി. സെർച്ച് കമ്മിറ്റിയിൽ നിന്ന് കൺവീനർ പിന്മാറി. ചാൻസലറുടെ പ്രതിനിധിയായ ഡോക്ടർ ഇലുവാതിങ്കൽ D ജമ്മീസ് ആണ് പിന്മാറിയത്. ഇനി സെർച്ച് കമ്മിറ്റിയിൽ UGC പ്രതിനിധി മാത്രമാണ് ശേഷിക്കുന്നത്. ബംഗളൂരു IITയിലെ പ്രൊഫസറാണ് ഇലുവാതിങ്കൽ D ജമ്മീസ്. നേരത്തെ സർവകലാശാല പ്രതിനിധി A സാബുവും പിന്മാറിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യാനുള്ള ആലോചനയിൽ പ്രത്യേക അന്വേഷണ സംഘം. നോട്ടീസ് നൽകിയിട്ടും പത്മകുമാർ ചോദ്യം ചെയ്യലിന് ഹാജരാകാത്ത സാഹചര്യത്തിലാണ് നീക്കം. സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു.
എൻ വാസുവിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഭാരവാഹികൾക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചിരുന്നു. പിന്നാലെ എ പത്മകുമാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകി. എന്നാൽ ഇതിന് രേഖാമൂലം മറുപടി നൽകാതെ ബന്ധുവിന്റെ മരണം മൂലമുള്ള അസൗകര്യം ഫോണിലൂടെ അറിയിച്ചുവെന്നാണ് SIT പറയുന്നത്. രണ്ടാമതും നോട്ടീസ് നൽകണോ അതോ അറസ്റ്റിലേക്ക് കടക്കണോ എന്നതാണ് SIT ആലോചിക്കുന്നത്. എ പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുക അനിവാര്യമെന്ന് അന്വേഷണ സംഘം കോടതിയിൽ ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ റിമാൻഡിൽ കഴിയുന്ന എൻ വാസുവിനെ കസ്റ്റഡിയിൽ ലഭിക്കാൻ തിങ്കളാഴ്ച അന്വേഷണ സംഘം അപേക്ഷ നൽകും. അതിനു മുൻപ് പത്മകുമാറിനെ ചോദ്യം ചെയ്യുക ലക്ഷ്യമിടുന്നുണ്ട്. എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും SIT ഉറപ്പിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത മിനിറ്റ്സ് രേഖകളിൽ സ്വർണ്ണക്കൊള്ളയിലെ എ പത്മകുമാറിന്റെ പങ്ക് തെളിയിക്കുന്ന വിവരങ്ങളുമുണ്ട്. KP ശങ്കർദാസ് ഉൾപ്പെടെയുള്ള ബോർഡംഗങ്ങൾക്കും പങ്കുണ്ടെന്നാണ് കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിൽ നേരത്തെ പൂശിയ സ്വർണം, ദ്വാരപാലക ശില്പങ്ങളിൽ ഇപ്പോൾ പൂശിയ സ്വർണം എന്നിവയുടെ സാമ്പിൾ 17-ന് ശേഖരിക്കും. ഇതും തെളിവെടുപ്പിൽ കണ്ടെത്തിയിട്ടുള്ള സ്വർണവും ശാസ്ത്രീയ പരിശോധന നടത്തും. ഇതിന്റെ ഫലവും നിർണായകമാണ്. 24 തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾക്കിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ ഭരണസമിതി ചുമതലയേറ്റു. തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പ്രസിഡന്റായി K. ജയകുമാർ IAS-ഉം ബോർഡ് അംഗമായി മുൻമന്ത്രി K. രാജുവും സത്യപ്രതിജ്ഞ ചെയ്തു. തെറ്റായ വഴികളെല്ലാം അടയ്ക്കുമെന്നും പിടിമുറുക്കേണ്ടിടത്ത് പിടിമുറുക്കുമെന്നും K. ജയകുമാർ IAS പ്രതികരിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതിനിടെയാണ് മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ചുമതലയേറ്റത്. CPI പ്രതിനിധിയായ മുൻമന്ത്രി K. രാജു ബോർഡ് അംഗമായും സത്യപ്രതിജ്ഞ ചെയ്തു. VN വാസവൻ ഉൾപ്പെടെ മന്ത്രിമാർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ നാടാകെ ശ്രദ്ധിക്കുന്ന, നെഞ്ചേറ്റുന്ന പ്രഗത്ഭനും പ്രശസ്തനും പ്രതിഭാശാലിയുമായ ശ്രീ K. ജയകുമാർ IAS തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി എന്നത് ഏറെ സന്തോഷിക്കുന്നു. ശബരിമലയിൽ സങ്കടത്തിന് കാരണമായ സാഹചര്യം മാറ്റുമെന്ന് പുതിയ പ്രസിഡന്റ് K. ജയകുമാർ. ഭരണസമിതിയിൽ നിന്ന് വിശ്വാസി സമൂഹം പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബോർഡിനെ കുറിച്ചുള്ള അവരുടെ സങ്കല്പങ്ങളിൽ ഭംഗം വന്നിട്ടുണ്ട് എങ്കിൽ അത് തിരിച്ചു സ്ഥാപിക്കുകയും അങ്ങനെ ഭംഗപ്പെടാൻ കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തായാലും അവ ഇനി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുകയാണ് ഈ പുതിയ ഭരണസമിതിയുടെ നിയോഗം. പൂർണ്ണ സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നതെന്ന് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞ PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഏൽപ്പിച്ച, പാർട്ടി ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണല്ലോ. അത് വളരെ മനോഹരമായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പാർട്ടിക്ക് എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി സ്ഥാനമൊഴിഞ്ഞത്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട നാളെ തുറക്കും. 24 തിരുവനന്തപുരം. കൊല്ലം നഗരഹൃദയത്തിൽ ആഭിചാരത്തിന്റെ മറവിൽ ക്രൂരത. മുണ്ടക്കൽ സ്വദേശിയായ ഷിനു മന്ത്രവാദത്തിന്റെ പേരിൽ നിരവധി പേരിൽ നിന്നായി തട്ടിയെടുത്തത് ലക്ഷങ്ങളാണ്. സമൂഹത്തിലെ ഉന്നതർ ഉൾപ്പെടെ വിശ്വാസത്തിന്റെ പേരിലുള്ള ചൂഷണത്തിന് ഇരകളായി. പോക്സോ കേസിൽ നിലവിൽ റിമാൻഡിലാണ് ഷിനു. ഒറ്റമുറിയിലെ പൂജാമണ്ഡപം, 8 കൈയുള്ള പ്രതിഷ്ഠ, കാഴ്ചയിൽ ഭീതിയുളവാക്കുന്ന അന്തരീക്ഷം. കൊല്ലം അമ്മച്ചി വീട്ടിലെ ഷിനുവെന്ന ദുർമന്ത്രവാദിയുടെ ആഭിചാര കേന്ദ്രം ഇങ്ങനെയാണ്. ഭർത്താവിനെ വശീകരിക്കാൻ തുടങ്ങി ശത്രുവിനെ കൊലപ്പെടുത്താൻ വരെ ഷിനുവിനെ തേടി നിരവധി പേർ എത്തി. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെയും ആ സമയത്തുള്ള കാലം ഇത് ജ്യോതിഷം നോക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു, അമ്മായിയമ്മ എനിക്ക് കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട്, അതാണ് കാലം ചുറ്റി അനുഭവിക്കുന്നത്, അതാണ് ഒന്നും ശരിയാകാത്തത്. ഇവിടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വരുമ്പോഴും പുള്ളിക്കാരൻ സംസാര രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ്റെ കൂടെ ബന്ധപ്പെടുകയാണെങ്കിൽ ബന്ധപ്പെടുന്ന ആൾക്ക് 10 വയസ്സ് കൂടുതൽ ആയുസ് ലഭിക്കും എന്നുള്ള രീതിയിൽ. ആഭിചാരത്തിനായി എത്തിയ പെൺകുട്ടികളെ ഷിനു ദുരുപയോഗം ചെയ്തു, ഭയപ്പെടുത്തി ലൈംഗിക ഉപദ്രവം. മോളെ കൊണ്ടുവന്ന് പറഞ്ഞ് ഇയാൾ ഒരു കാര്യം ചെയ്യും, മാഡം ഇറങ്ങിച്ച് വെളിയിലിരും, മോളെടുത്ത് ഇതാണ് കുറച്ച് കാര്യങ്ങൾ ചോദിക്കണം. പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് മോള് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അമ്മ പോവാം എന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ എന്തോക്കളെ എന്നെ സ്വാമി ഇതേണക്ക് ബാഡ് ടച്ച് ചെയ്തു. ഞാൻ പറഞ്ഞു എന്തു പറ്റി? അത് എൻ്റെ സ്വകാര്യ ഭാഗത്തൊക്കെ സ്വാമി പിടിച്ച്
ഓഫീസിൽ 5 സ്ഥിരം ജീവനക്കാർ സദാസമയവും ഉണ്ടാകും. 1000 രൂപയും ഭക്ഷണവുമായിരുന്നു ജീവനക്കാരുടെ ദിവസവേതനം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ആയുസ് വർദ്ധിക്കുമെന്നായിരുന്നു ഷിനുവിന്റെ അവകാശവാദം. ഒടുവിൽ 11-കാരിയെ ഉപദ്രവിച്ച സംഭവത്തിൽ പോക്സോ കേസിൽ ഷിനു പിടിയിലാകുമ്പോഴും ഇയാളുടെ ആഭിചാര ക്രിയ സംബന്ധിച്ച് അന്വേഷിക്കാൻ പോലീസ് തയ്യാറായില്ല. ഷിനുവിന്റെ ഉന്നത ബന്ധങ്ങൾ തന്നെയാണ് ഷിനുവിനെ എന്നും സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. നഗരഹൃദയത്തിൽ ആഭിചാര ക്രിയ നടത്തി ഷിനു മുന്നോട്ടു പോകുമ്പോഴും പോലീസും നാട്ടുകാരും പറയാൻ മടിച്ചു. ഭയപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോക്സോ കേസിൽ അകത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് ഷിനുവിന്റെ ആഭിചാര ക്രിയകൾ സംബന്ധിച്ച് പുറത്തു പറയാൻ ഇരകൾ പോലും തയ്യാറാകുന്നത്. കൊല്ലത്തുനിന്ന് അരുൺ രാജ്, 24. ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിൽ അറസ്റ്റും പരിശോധനകളും തുടരുന്നു. സ്ഫോടനം നടത്തിയ ഡോക്ടർ ഉമർ നബിയുമായി ബന്ധമുള്ള 3 ഡോക്ടേഴ്സിനെ NIA അറസ്റ്റ് ചെയ്തു. സ്ഫോടനത്തിന് നിർദ്ദേശം നൽകിയത് വിദേശത്തുള്ള മുസഫർ റാത്തർ ആണെന്ന വിവരവും പുറത്തുവന്നു. അറസ്റ്റിലായ വെള്ളക്കോളർ ഭീകര സംഘത്തിലെ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറിന്റെ സഹോദരനാണ് മുസഫർ റാത്തർ. വിദേശത്തുള്ളയാൾക്കായി അന്വേഷണ സംഘം റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. മുസാഫർ റാത്തറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഡൽഹി സ്ഫോടനമെന്നാണ് വിവരം. പാകിസ്ഥാനും തുർക്കിയുമായി ഇയാൾക്ക് ബന്ധമുണ്ട്. തുർക്കിയിലെ രഹസ്യ ഹാൻഡിലായ ഉഗാസയെ മുസാഫർ റാത്തർ കണ്ടെന്നും അഫ്ഗാനിസ്ഥാൻ സന്ദർശിച്ചിരുന്നതായും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനം നടന്ന കാർ ഓട്ടിച്ച ഡോക്ടർ ഉമർ മുഹമ്മദ് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സ്ഫോടനത്തിന് മുമ്പ് ഡോക്ടർ ഉമർ മുഹമ്മദ് സന്ദർശിച്ച വസീർപൂരിലെത്തി NIAയും ഡൽഹി പോലീസും പരിശോധന നടത്തി. വെള്ളക്കോളർ ഭീകര സംഘവുമായി ബന്ധപ്പെട്ട് അൽഫലാഹ് സർവകലാശാലയിലെ ഡോക്ടർ നിസാർ ആലത്തിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. കൂടുതൽ ഡോക്ടേഴ്സ് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലുണ്ട്. കേസിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്നു. ഇതിനിടെ സ്ഫോടനത്തെ തുടർന്ന് അടച്ച നേതാജി സുഭാഷ് മാർഗ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 24 ഡൽഹി. ജമ്മുകശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലെ വൻ സ്ഫോടനത്തിന് പിന്നിൽ അട്ടിമറിയില്ലെന്ന് ജമ്മുകശ്മീർ DGPയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും. സാമ്പിൾ പരിശോധനയ്ക്കിടെ അബദ്ധത്തിലുണ്ടായ സ്ഫോടനമെന്നാണ് വിശദീകരണം. സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 9 ഫരീദാബാദിലെ വെള്ളക്കോളർ ഭീകര സംഘത്തിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടക വസ്തു പരിശോധിക്കുന്നതിനിടെയാണ് സ്ഫോടനം. വെള്ളിയാഴ്ച രാത്രി 11:22 രാജ്യത്തെ നടുക്കിയ സ്ഫോടനം. ഫരീദാബാദിലെ വൈറ്റ് കോളർ ഭീകര സംഘത്തിൽ നിന്നും പിടികൂടിയ അമോണിയം നൈട്രേറ്റ് സ്ഫോടക വസ്തു ഫോറൻസിക് പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിക്കുന്നതിനിടെയാണ് പൊട്ടിത്തെറിയുണ്ടായത്. 3 ഫോറൻസിക് ഉദ്യോഗസ്ഥരും 2 റവന്യൂ ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരാണ് മരിച്ചത്. 27 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. സ്ഫോടനത്തിൽ പോലീസ് സ്റ്റേഷനും സമീപ കെട്ടിടങ്ങളും തകർന്നു. നിരവധി വാഹനങ്ങളും കത്തിച്ചാമ്പലായി. നൌഗാം പോലീസ് സ്റ്റേഷനിൽ തുറന്ന സ്ഥലത്ത് വച്ചിരുന്ന സ്ഫോടക വസ്തു പരിശോധനയ്ക്കിടെ അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്ന് ജമ്മു കശ്മീർ DGP നളിൻ പ്രഭാത്. സംഭവത്തിന് പിന്നിൽ അട്ടിമറിയില്ലെന്നും അബദ്ധത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നും ആഭ്യന്തര മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖണ്ഡെ സ്ഥിരീകരിച്ചു. In this unfortunate accidental incident, 9 people have lost their lives. The cause of the accident is being investigated. However, any other speculation into the cause of these incidents are unnecessary. സ്ഫോടനത്തിന്റെ കാരണം കണ്ടെത്താൻ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡോക്ടർ ആദിൽ റാത്തർ ജയ്ഷെ അനുകൂല പോസ്റ്ററുകൾ പതിച്ചതിനെ തുടർന്ന് വൈറ്റ് കോളർ ഭീകര സംഘത്തിനെതിരായ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് നൌഗാം പോലീസ് സ്റ്റേഷനിലാണ്. 24 ഡൽഹി. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകുന്നതിനിടയിൽ മറുകണ്ഠം ചാടി സീറ്റ് കിട്ടാത്ത നേതാക്കൾ. വിമതരായി എത്തുന്നവരും കുറവല്ല. ഇതിനിടെ തിരഞ്ഞെടുപ്പിന്റെ പേരിൽ പാർട്ടികൾക്കുള്ളിൽ പലയിടത്തും തമ്മിൽ തല്ല് തുടരുകയാണ്. രാജിവെച്ച് മറുചേരിയിലേക്ക് പോകുന്നവർ ഒരു പാർട്ടിയിലും കുറവല്ല. തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ രാജിവെച്ച നിമ്മീറപ്പായി LDF സ്ഥാനാർത്ഥിയാകും. സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കലും രാജിവെച്ചു. തൃശൂരിൽ കൊടുങ്ങല്ലൂരിൽ CPMന്റെ മുൻ കൌൺസിലർ BJPയിൽ ചേർന്നു. ഇനി NDA സ്ഥാനാർത്ഥിയാകും. പാലക്കാട് സീറ്റ് കിട്ടാത്തവർ കോൺഗ്രസിലും CPMലും ഒരുപോലെ വെല്ലുവിളി.
ചെർപ്പുളശ്ശേരി നഗരസഭയിൽ മത്സരിക്കാൻ സീറ്റ് നൽകാത്തതിൽ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CGK ഉണ്ണി കോൺഗ്രസ് വിട്ടു. പാലക്കാട് വടക്കഞ്ചേരിയിൽ കിഴക്കഞ്ചേരിയിലും CPM-നെതിരെ വിമതർ പോരാട്ടത്തിനിറങ്ങി. കിഴക്കഞ്ചേരിയിൽ LDF-നെതിരെ പോരാട്ടത്തിനിറങ്ങുന്നത് CPM മുൻ ഏരിയ സെക്രട്ടറി K ബാലനും വടക്കഞ്ചേരിയിൽ മുൻ ലോക്കൽ സെക്രട്ടറി ഗംഗാധരനുമാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഇരുവരുടെയും മത്സരം UDF പിന്തുണയോടെ. മലപ്പുറം നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കബീർ മഠത്തിൽ പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരത്തിനിറങ്ങും. 5 ലീഗിനെതിരെ മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് വിമതർ. പൊന്മുണ്ടത്ത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പദയാത്ര നടത്തി. കോഴിക്കോട് മുന്നണികളിലാകെ കലാപമാണ്. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണവുമായി DCC ജനറൽ സെക്രട്ടറി NV ബാബു പാർട്ടി വിട്ടു. കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിൽ ലീഗ് നോർത്ത് മണ്ഡലം പ്രസിഡന്റ് സ്ഥാനം കൌൺസിലറായിരുന്ന റംലത്ത് രാജിവെച്ചു. കുന്നമംഗലത്ത് ദളിത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻകുട്ടിയും 15 പ്രവർത്തകരുമാണ് പാർട്ടി വിട്ടത്. നരിക്കോട്ടേരിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട CPM പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 5 പേർക്കെതിരെ കേസെടുത്തു. കൊച്ചി കോർപ്പറേഷനിൽ K ബാബു MLA-ക്കെതിരെ വിമർശനമുന്നയിച്ച മുൻ ഡെപ്യൂട്ടി മേയർ KR പ്രേംകുമാറാണ് മത്സരരംഗത്ത്. 2020 നേതാവായിരുന്ന ആന്റണി ജൂണിനെ കോൺഗ്രസ് കോർപ്പറേഷൻ സ്ഥാനാർത്ഥിയാക്കി. ഫേസ്ബുക്കിൽ രാജിക്കാര്യം അറിയിച്ച് എറണാകുളം കളമശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി അൻവർ ഞക്കട LDF സ്ഥാനാർത്ഥിയായി. കോതമംഗലം പല്ലാരിമംഗലത്ത് ഭരണസമിതി യോഗത്തിലെ ഏറ്റുമുട്ടലിനെ തുടർന്ന് സീറ്റ് നൽകാതിരുന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPM വിട്ടു. തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് പറഞ്ഞ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് ഇടുക്കി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജെയിംസ് K ജേക്കബ് CPM ബന്ധം ഉപേക്ഷിച്ചത്. BJP-യുടെ ഉൾപ്പെടെ പിന്തുണ സ്വീകരിക്കുമെന്നും ജെയിംസ് K ജേക്കബ്. ന്യൂസ് ഡെസ്ക് 24. NDA-യിലെ സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ സ്വാഭാവികമാണെന്ന് പറയുന്നു BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. BDJS-ന്റെ പരാതി ഇതുവരെ പാർട്ടിക്ക് മുന്നിലെത്തിയിട്ടില്ല. BDJS-നെ ചേർത്തു നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമെന്നും VK സജീവൻ 24-നോട് പറഞ്ഞു. BJP-ക്കുള്ളിലെ സീറ്റ് തർക്കം പാർട്ടി വളർന്നതിന്റെ സൂചനയാണെന്ന് കൂടി പറയുന്നുണ്ട് VK സജീവൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി BJP സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്നുണ്ട്. ഏറെയും സ്ത്രീകളും പുതുമുഖങ്ങളുമാണ് BJP-യുടെ സ്ഥാനാർത്ഥികളായി എത്തുന്നത്. BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ നമുക്കൊപ്പം ചേരുകയാണ്. സജീവട്ട നമസ്കാരം. ഇപ്പോൾ BJP പുതുമുഖങ്ങളെ തേടുന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും ഇത്തവണ ഭാരതീയ ജനതാ പാർട്ടി പരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ജനവിഭാഗങ്ങളുടെയും വോട്ട് കൈക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള ഔട്ട്റീച്ച് പരിപാടിയും ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നുണ്ട്. ഈ മുന്നണി സംവിധാനം നോക്കുകയാണെങ്കിൽ BDJS വേണ്ടത്ര സീറ്റ് കിട്ടുന്നില്ല എന്ന പരാതി പല ഭാഗങ്ങളിലും ഉന്നയിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത്തരം ഒരു മുന്നണി സംവിധാനത്തിലെ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ അത്തരം വിമർശനങ്ങളും ചർച്ചകളൊക്കെ സ്വാഭാവികമാണ്. ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലേ തീരുമാനങ്ങൾ എത്താൻ പറ്റും. അത്ര വലിയ പ്രശ്നമൊന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ അത്ര വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് പാർട്ടി തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും BDJS-നെ ഒപ്പം കൂട്ടിക്കൊണ്ട് അവരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ മുന്നണി എന്നുള്ള നിലയിൽ പാർട്ടി മുന്നോട്ട് പോകും. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി സംബന്ധിച്ച് ശിവരാജന് ഇത്തവണ സീറ്റ് കൊടുത്തിട്ടില്ല, പ്രമീള ശശിധരന് സീറ്റ് കൊടുത്തിട്ടില്ല, മുതിർന്ന നേതാക്കളെ പാടെ തള്ളിക്കളഞ്ഞു, C കൃഷ്ണകുമാർ പക്ഷം പിടിമുറുക്കി എന്നുള്ള ഒരു ആക്ഷേപം വരുന്നുണ്ട്. അല്ല, എനിക്ക് പാലക്കാട് നഗരസഭയുടെ ഇൻ ഡീറ്റെയിൽസ് എന്താണ് എന്നറിയില്ല. കാരണം പുറത്തു വരുന്ന വാർത്തകളൊക്കെ ആ പാലക്കാടിനെ സംബന്ധിച്ചതിന് മുൻകാലഘട്ടത്തിലും അത് തെറ്റാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ച് നമ്മൾ ഭരണത്തിലുള്ളൊരു മുനിസിപ്പാലിറ്റിയാണ്. തീർച്ചയായിട്ടും മുതിർന്ന നേതാക്കന്മാരും സംസ്ഥാന ടീമും ഒക്കെ അത് കൃത്യതയിൽ എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും സംശയമില്ല. ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനാണ് VK സജീവൻ കാസർകോട്ടേക്ക് എത്തിയത്. അരുൺ പാറക്കൽ, 24. കൊല്ലം CPI-യിലെ വിഭാഗീയതയിൽ വീണ്ടും നടപടി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം A ഗ്രേഷ്യസിനെ പുറത്താക്കി. CPI കുണ്ടറ മണ്ഡലം സമ്മേളനത്തിലെ പ്രശ്നങ്ങളെ തുടർന്നാണ് നടപടി. ഗ്രേഷ്യസിനെ അനുകൂലിക്കുന്നവർ നേരത്തെ CPIM-ൽ ചേർന്നിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം ആരോപിച്ചാണ് നടപടി. KRDS ജില്ലാ ഭാരവാഹികളായ D വാൾട്ടറിനെയും B ശ്രീകുമാറിനെയും പുറത്താക്കും. ജില്ലാ ജോയിന്റ് കൌൺസിൽ യോഗം ഇവർക്കെതിരെ നടപടി സ്വീകരിക്കും. സത്യൻ മൊഗേരിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ജോയിന്റ് കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മുട്ടട ഡിവിഷനിൽ കോൺഗ്രസിന് തിരിച്ചടി. കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല.
മേൽവിലാസത്തിലെ പിഴവ് ചൂണ്ടിക്കാട്ടിയുള്ള പരാതി അംഗീകരിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് നീക്കം ചെയ്തു. CPIM-ന് പരാജയഭീതി എന്നാണ് വൈഷ്ണ സുരേഷിന്റെ പ്രതികരണം. വൈഷ്ണ സുരേഷ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് തിരുത്തി നൽകിയ മേൽവിലാസത്തിലും പിഴവ്. പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്ന പേരിൽ KSU നേതാവ് വൈഷ്ണ സുരേഷിനെ മുട്ടട ഡിവിഷനിൽ സ്ഥാനാർത്ഥിയാക്കി പ്രചാരണം ആരംഭിച്ച കോൺഗ്രസിന് തിരിച്ചടി. മേൽവിലാസത്തിൽ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വൈഷ്ണ സുരേഷിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. കോർപ്പറേഷൻ പരിധിയിൽ എവിടെയെങ്കിലും വോട്ടുണ്ടെങ്കിലേ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ചട്ടം. വൈഷ്ണ സുരേഷ് വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ നൽകിയ വിലാസം ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPIM തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. പാർട്ടിയുമായി ആലോചിച്ച് തുടർ നടപടി തീരുമാനിക്കുമെന്ന് വൈഷ്ണ. വോട്ട് വെട്ടിയെന്ന് അറിയപ്പെടുന്ന സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ പാർട്ടി നോക്കും. അതിന്റെ ലീഗൽ ആക്ഷൻസ് എന്താണെന്നുള്ളത് പാർട്ടി നോക്കി ഫോർവേഡ് ചെയ്യും. വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുന്നതിനായി വൈഷ്ണ സുരേഷ് നൽകിയിരിക്കുന്ന മേൽവിലാസം മറ്റൊരു വ്യക്തിയുടെ ഉടമസ്ഥതയിലാണെന്ന് നഗരസഭാ രേഖകൾ വ്യക്തമാക്കുന്നു. വൈഷ്ണയെ അറിയില്ലെന്നും വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലെന്നും ഉടമ നഗരസഭാ അധികൃതർക്ക് കത്ത് നൽകിയിരുന്നു. മുട്ടട വാർഡിൽ താമസിക്കുന്നതിനുള്ള വാടക കരാറോ കെട്ടിടത്തിന്റെ വിവരങ്ങളോ വൈഷ്ണയ്ക്ക് ഹാജരാക്കാനും കഴിഞ്ഞില്ല. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പാലക്കാടേക്കാണ് കൽപ്പാത്തിയിൽ തേരൊരുങ്ങി. തേരുത്സവ ആവേശത്തിൽ കൽപ്പാത്തി. രഥോത്സവത്തിന്റെ 2ാം ദിനമായി ഇന്ന് ദേവരഥങ്ങൾ അഗ്രഹാര വീഥികളിൽ പ്രയാണം നടത്തി. ശിവ മഹാഗണപതി രഥങ്ങളാണ് ഇന്ന് പ്രയാണം നടത്തിയത്. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ ദേവരഥ സംഗമം. വേദപാരായണത്തോടെയാണ് മന്തക്കരയിലെ ചടങ്ങുകൾ ആരംഭിച്ചത്. പിന്നാലെ മഹാഗണപതി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിലെത്തി അച്ഛൻ ശിവഭഗവാനോട് അനുവാദം തേടിയ ശേഷം 11:30 രഥാരോഹണവും തുടർന്ന് രഥപ്രയാണവും ആരംഭിച്ചു. നൂറുകണക്കിന് വിശ്വാസികളാണ് രഥം വലിക്കാൻ ഇന്നും കൽപ്പാത്തിയിലേക്ക് എത്തിയത്. വ്രതമെടുത്ത് വർഷത്തിലെ കാത്തിരിപ്പിന് ശേഷമാണ് ഓരോരുത്തരും രഥപ്രയാണത്തിൽ ഭാഗമാകാൻ എത്തുന്നത്. ആദ്യമായിട്ടാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഒരുപാട് കാലമായിട്ട് കേട്ട് നടക്കാത്തൊരു ആഗ്രഹം ഇന്ന് നടന്നേക്കുകയാണ്. ഇതാണ് പൈതൃകമായിട്ടുള്ളത്. ഇത് കാണാൻ ഏറ്റവും രസമായിട്ടുള്ളതാണ്. വളരെ നല്ലൊരു അനുഭവമാണിത്. എപ്പോഴും ഉണ്ടാവാറുണ്ട്. വളരെ സന്തോഷം. അടിപൊളി 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 എക്സ്പീരിയൻസ്. നമ്മുടെ ഗ്രാമമാണിത്. അപ്പോൾ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ. വന്നാൽ ഞങ്ങൾക്കൊരു വൈബാ. സ്കൂള്, കോളേജ്, ഓഫീസ് എന്തായാലും ഒക്കെ ലീവ് എടുത്തിട്ട് വരും. മറ്റ് രഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മന്തക്കരയിലെ രഥം ഗ്രാമപ്രദക്ഷിണം നടത്തില്ല എന്നതാണ് പ്രത്യേകത. വൈകിട്ട് ശിവമഹാഗണപതിമാർ പ്രദക്ഷിണം നടത്തി. നാളെ രാവിലെ ലക്ഷ്മി നാരായണ പെരുമാളിന്റെയും ചാത്തപുരം പ്രസന്ന മഹാഗണപതിയുടെയും രഥങ്ങൾ കൂടി അഗ്രഹാര വീതിയിലേക്ക് എത്തുന്നതോടെ കൽപ്പാത്തി അക്ഷരാർത്ഥത്തിൽ ആവേശത്തിമിർപ്പിലാകും. നാളെ വൈകിട്ട് 6 മണിയോടെയാണ് 5 രഥങ്ങൾ ഒരുമിക്കുന്ന പ്രശസ്തമായ ദേവരഥ സംഗമം. അഗ്രഹാര വീതികളെ ധന്യമാക്കി 2ാം ദിനത്തിലെ രഥപ്രയാണവും പൂർത്തിയായി. ഇനി ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പാണ്. ക്യാമറമാൻ അനൂപ് നായർക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24, പാലക്കാട്. കൽപ്പാത്തി രഥോത്സവത്തിന് പ്രത്യേക സ്റ്റാൾ ഒരുക്കി അർബൻ ഗ്രാമീൺ സൊസൈറ്റി. സ്ഥാപനത്തിന്റെ സേവനങ്ങൾ കൂടുതൽ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് കുണ്ടുകോവിലിൽ നിന്ന് ഗണപതി ക്ഷേത്രത്തിലേക്കുള്ള വഴിയിൽ സ്റ്റാൾ തുടങ്ങിയത്. കൽപ്പാത്തിയെക്കുറിച്ചുള്ള ചോദ്യോത്തര മത്സരവും സ്റ്റാളിൽ നടത്തുന്നുണ്ട്. വിജയിക്കുന്നവർക്ക് ഉടനടി സമ്മാനങ്ങളും നൽകും. സ്റ്റാൾ UGS MD അജിത് പാലാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇനി നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വോട്ടുകൊള്ള ആരോപണത്തിൽ രാജ്യത്തെ ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് പശ്ചിമബംഗാൾ സ്വദേശി. കർണാടക അലന്ത് മണ്ഡലത്തിലെ വോട്ടുകൾ വെട്ടിമാറ്റാൻ ഇയാൾ സഹായിച്ചുവെന്ന് അന്വേഷണ സംഘം. കോഴിക്കോട് OP പരിശോധനയ്ക്കിടെ ജീവനുള്ള വിരയെ കണ്ണിൽ നിന്ന് പുറത്തെടുത്തു. കോംട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് കണ്ണാശുപത്രിയിലെ OP പരിശോധനയ്ക്കിടെയാണ് കണ്ണിൽ നിന്ന് ജീവനോടെ വിരയെ പുറത്തെടുത്തത്. കണ്ണിൽ അസഹ്യമായ ചൊറിച്ചിലും വേദനയുമായാണ് വെസ്റ്റ് ഹിൽ സ്വദേശിയായ 43-കാരി ആശുപത്രിയിലെത്തിയത്. കൊച്ചിയിൽ 12-കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ മാതാവും ആൺ സുഹൃത്തും പിടിയിൽ. എറണാകുളം എളമക്കര പോലീസാണ് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസെടുത്തത്. കുട്ടി അമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങിയതാണ് പ്രകോപനത്തിന് കാരണം.
ഇതോടെ ലേറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.